എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്, മാംഗോ മിൻറ്റ് സ്മൂത്തി. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടും എന്ന് ഉറപ്പ് വരുത്താനും മറന്നു പോകരുത്. മാംഗോ ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് നമുക്കത് ചെയ്യാം. അതല്ലെങ്കിൽ ഇതൊരു സീസണിൽ മാത്രം കിട്ടുന്ന ഒരു മാംഗോ ആണിത്. അപ്പോൾ അത് അന്നേരം കിട്ടുമ്പോൾ കുറേയേറെ വാങ്ങി വെച്ചതിന് ശേഷം പീസായിട്ട് ഞാൻ ചെയ്ത് ഓരോരോ ചെറിയ ചെറിയ ബോക്സിനകത്ത് ഞാനത് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ എടുത്ത് അത് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം മാംഗോ ജ്യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മിൻറ്റ് ചേർക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും മിൻറ്റ് വേണമല്ലോ, പുതിനയില, പിന്നെ ആവശ്യത്തിന് പാല്, പഞ്ചസാര. ഇത് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, ചേർക്കാതിരിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രായമനുസരിച്ച് നോക്കിയും കണ്ടുമൊക്കെ നമുക്ക് അല്പം ചേർക്കാം, അപകടമില്ലാത്തവർക്ക് ചേർക്കാം എന്ന് സാരം. ഇപ്പോഴും ഇത് കംപ്ലീറ്റായിട്ട് ഡീഫ്രോസ്റ്റ് ആയിട്ടില്ല. അപ്പം ഞാനത് ബ്ലെൻഡറിനകത്തേക്ക് ഇടുകയാണ്. ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങളതൊന്ന് പോയി നോക്കാനും, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻസായിട്ട് പോസ്റ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഞാനിതിനകത്ത് മിൻറ്റ് ലീവ്സ് ഇട്ടു. മിൻറ്റും മാംഗോയും കൂടെ നല്ല ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് പൊയ്ക്കോളും. അതുകൊണ്ട് മിൻറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല. പിന്നെ കുറച്ച് തിക്കായിട്ടാണ് ജനറലി മാംഗോയുടെ സ്മൂത്തീസ് നല്ലത്, ഒത്തിരി അങ്ങ് വാട്ടറി ആക്കാതെ. അതിനകത്തേക്ക് പാലൊഴിക്കാം. പഞ്ചസാര ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രായം നോക്കി മാത്രമേ ചേർക്കാവൂ. പ്രായമെന്ന് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഡയബറ്റീസിന് ഇഷ്യൂ ഉള്ളവർ ചേർക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അല്പം ചേർക്കാം. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. മാംഗോ തന്നെ ഇപ്പം നല്ല തണുത്ത് ഡീഫ്രോസ്റ്റ് ഇരിക്കുന്നത് കൊണ്ട് ഇനി ഐസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഒന്നിൽ ഐസ് ഇട്ട് അടിക്കാം, അതല്ലെങ്കിൽ തണുത്ത പാൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. എന്നാൽ നമ്മുടെ സ്മൂത്തി റെഡിയാണ്. കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. മാങ്ങയൊക്കെ പലതരത്തിൽ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. കാര്യം മിൻറ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാവും. അപ്പോൾ ഇതിന് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിനകത്തോട്ട് അങ്ങ് ഒഴിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇതിന് മുകളിൽ നമുക്കൊരു 2-3 മാംഗോ പീസസ് ഇടാം. അത് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.